ആറാമത്തെ അറസ്റ്റാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന അറസ്റ്റ് വളരെ നിർണായകമാണ്. എ പത്മകുമാർ എന്ന CPIM-ന്റെ മുതിർന്ന നേതാവ്, മുൻ MLA, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം. അങ്ങനെ വളരെ നിർണായകമായൊരു ഘട്ടത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണവും കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആർ ശ്രീജിത്ത് അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്ത് എന്നത് വിലയിരുത്താനായി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീജിത്ത്, ഇതിലിപ്പോൾ ആറാമത്തെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ തുടക്കത്തിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിനുശേഷം ചില ഉദ്യോഗസ്ഥർ, അതെല്ലാം കഴിഞ്ഞ് എൻ വാസുവിലേക്ക് എത്തി. എൻ വാസു പാർട്ടിയുമായി വളരെ അടുപ്പം പുലർത്തുന്നയാളാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന അറസ്റ്റ് അതൊട്ടും ചെറുതായി കാണാൻ കഴിയുന്നതല്ല. പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ്, മുൻ MLA ആണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി. അപ്പോൾ നേരത്തെ MV ഗോവിന്ദന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ട തരത്തിലേക്ക് ലഘുവായി അതിനെ കാണാൻ കഴിയില്ല പാർട്ടിക്ക് എന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം എങ്ങനെയാകും? ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ല എന്നതാണ് മുഖ്യമന്ത്രിയും ഒപ്പം CPIM-ന്റെ നേതൃത്വവും എടുത്തിരിക്കുന്ന പൊതു സമീപനം. ഈ സമീപനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നടപടിയായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റിനെ CPIM കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ്. അഞ്ച് സൂചിപ്പിച്ച പോലെ കേവലം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥലത്തിൽ പ്രവർത്തിച്ച ആളല്ല പത്മകുമാർ. അദ്ദേഹം CPIM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്നു. ഇപ്പോൾ ഒരു നടപടിയെ തുടർന്ന് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി അംഗമായി നിയന്ത്രിക്കുന്നേ ഉള്ളൂ. കോന്നിയിലെ മുൻ MLA ആണ്. CPIM-ന്റെ സംസ്ഥാന നേതൃത്വമായി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പത്തനംതിട്ടയിലെ നേതാവാണ് പത്മകുമാർ. അങ്ങനെ ഒരാളെ ഈ സ്വർണ്ണപ്പാളി മോഷണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ അത് CPIM-ന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പാർട്ടിയുടെ പ്രഖ്യാപിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയിക്കുക എന്നതാണ്. ശബരിമല അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാനപ്പെട്ട വിവാദത്തിൽ കുറ്റക്കാരായവരെ പിടികൂടി മുഖം നോക്കാതെ നടപടിയെടുത്തു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റ് അനിവാര്യമായി വരും എന്ന ഘട്ടത്തിലാണ് ഈ അറസ്റ്റിലേക്ക് സർക്കാരും പോലീസ് കടന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഈ അറസ്റ്റിലൂടെ കാര്യങ്ങൾ അവസാനിപ്പിക്കാനും ഈ സർക്കാർ നിഷ്പക്ഷമായി ഇടപെട്ടു. കേസന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടത്തി. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ പാർട്ടിയുമായി ബന്ധമുള്ളവരെ പോലും അറസ്റ്റ് ചെയ്തെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിനോ CPIM-നോ കഴിയില്ല. പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൂടി അറിവോടുകൂടിയാണോ ഈ കൊള്ള നടന്നത് എന്നതിന് സംശയിക്കാവുന്ന, അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും നയിക്കുന്ന ഒരു അറസ്റ്റായി പത്മകുമാറിനെ മാറുകയാണ്. വാസു CPIM-നും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടയാളായിരുന്നു. മൊത്തം അറസ്റ്റിലായ 6 പേരിൽ 4 പേർക്ക് മാത്രമാണ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ബാക്കി 2 പേർ ഉന്നത രാഷ്ട്രീയ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.